Hi students, ഒരിക്കൽ കൂടി ഏവർക്കും ലോഗരിതമിക് ഡിഫറൻസിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ്റെ കുറേ വെറൈറ്റി പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ലോഗരിതമത്തിൻ്റെ ഡെഫിനിഷനും ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ചെയ്യുന്നതിൻ്റെ മെത്തേഡുകളും ഒക്കെ പറഞ്ഞിരുന്നു. അതേ മെത്തേഡുകളും അതേ ഫോർമുലകളും അതേ റൂളുകളും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നും പ്രോബ്ലം ചെയ്യുന്നത്. പക്ഷേ ഇത്തിരി ടിപ്പിക്കൽ വെറൈറ്റീസ് ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മൾ ഈ ക്ലാസ്സുകൾ കൂടുമ്പോൾ നിങ്ങൾ അതിൻ്റെ കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതിന് മുൻപിലുള്ള എപ്പിസോഡുകളൊക്കെ കണ്ടതിന് ശേഷമേ ഉള്ളൂ ഈ ക്ലാസ് കാണാവുള്ളൂ. കാരണം ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്, ഇതിൻ്റെ എല്ലാം ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകളിൽ നിങ്ങൾ ഇടയ്ക്ക് ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ നിങ്ങൾക്ക് കിട്ടാതെ പോകുന്നതിനാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകാതെ പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. ഒരു ക്ലാസ് മിസ്സാക്കാതെ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എഴുതിക്കോളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നത് 11 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എഴുതിക്കോളൂ ക്വസ്റ്റ്യൻ. ഇഫ് e raised to x minus y, if e raised to x minus y is equal to x raised to y, then prove that this is the prove that question. Then prove that dy by dx is equal to log x divided by log ex the whole square. Log e times x, e into x the whole square. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2014 ചോദിച്ചിരുന്ന ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ചോദിച്ചിരുന്നൊരു ക്വസ്റ്റൻ ആണ്. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ്റെ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇത് നമുക്കറിയാമല്ലോ, ഇ റീസ് ടു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതായത് ഈ റീസ് ടുവിൻ്റെ മണ്ടയ്ക്ക് കയറി എക്സ് മൈനസ് വൈ ഇരിക്കുകയാണ്. അതുപോലെ എക്സ് റീസ് ടു വൈ മീൻസ് എക്സിൻ്റെ മണ്ടയ്ക്ക് വൈ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നത്, മണ്ടയ്ക്കിരിക്കുന്ന ഈ ടൈമിനെ താഴോട്ടിറക്കണം. അതിനെന്ത് ചെയ്യണം, ലോഗർ എടുക്കണം. സോ ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. നമ്മുടെ മെത്തേഡ് എല്ലാം സെയിം ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത അതേ പാറ്റേണിൽ തന്നെയാണ് പോരുന്നത്. ഓക്കെ, ഇവിടെ ലോഗർ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, എക്സ് മൈനസ് വൈ താഴോട്ട് വരും. സോ എക്സ് മൈനസ് വൈ ടൈംസ് ലോഗ് ഇ ടു ദ ബേസ് ഇ തന്നെയാണ്. ഓക്കെ, ഇസ് ഈക്വൽ ടു ഇവിടെ y log x now. Okay, because we know logarithm of a raised to b is equal to b times logarithm of a. This is our property. Okay, we are using that property here. Okay, so x minus y log e is equal to y log x. Now look students, ഇവിടെ നമുക്ക് log e ആണ്. Logarithm of e to the base e, that is 1. So that becomes x minus y is equal to y times log x, right? Okay. So x minus y is equal to y times log x. Now let us we can differentiate from here, or before that we can eliminate the terms of y first of all. Okay, for that we are shifting this term of y to the other side, the term of y to the right side. So that becomes x becomes y log x plus y. If we shift this y minus y to the other side, it becomes plus. Okay. അപ്പോൾ നമുക്ക് x is equal to ഇങ്ങനെ കിട്ടി. Now watch carefully, you can see that y is a common term. If it is a common term, we can take that term outside. So y times log x plus 1 when we take the common term outside. That's x. Then what is y? Y is equal to x over 1 plus log x, right? അതായത് ഞാൻ ചെയ്തത്രേ ഉള്ളൂ, വൈനെ മാത്രം ഇവിടെ നിർത്തി, എക്സ് ഇവിടെ ഉണ്ട്, ഈ log x plus 1 അതിന് തിരിച്ചെഴുതി അത്രേ ഉള്ളൂ, 1 plus log x എന്നാവും. അപ്പോൾ അതിപ്പുറത്തെ സൈഡിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ വരും.
ഓക്കെ, y ഈസ് ഈക്വൽ ടു എക്സ് ഓവർ 1 പ്ലസ് ലോഗ് എക്സ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, so what is dy by dx? dy by dx is equal to, we can apply quotient rule here. Denominator, that is 1 plus log x into quotient rule 1 plus log x into, what is derivative of x? X ന്റെ derivative with respect to x 1 minus quotient rule and minus x into derivative of 1 plus log x. What is derivative of 1? That is 0. Derivative of log x is 1 by x divided by 1 plus log x the whole square. Okay, and open the bracket and then we can enjoy the beauty of mathematics. Okay, so 1 plus log x, 1 plus log x times 1 is 1 plus log x minus x times 1 by x, x times 1 by x, ഇത് cancel ആയി പോകും. So 1 plus log x the whole square. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, സോ നമുക്കൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു 1 പ്ലസ് ലോഗ് എക്സ് മൈനസ് 1, ബിക്കോസ് എക്സും എക്സും പോയിട്ട് പിന്നെ 1 വരും, ബൈ 1 പ്ലസ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇത് രണ്ടും ക്യാൻസൽ ആയി കളയാം. സോ ഇറ്റ് ഈസ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, പ്രൂവ് ദാറ്റ് dy by dx is equal to log x by 1 plus log x whole square എന്നൊരു വർഷം ചോദിച്ചിരുന്നു. എൻട്രൻസിനും ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ അങ്ങനെയല്ല, പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ഈക്വൽ ടു log x by log ex എന്നാണ്, log ex the whole square എന്നാണ്. അതിനോട് നമുക്കൊരു ഇത്രയും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ log x തന്നെ, അതിന് മാറ്റമില്ല, log x ഓവർ ഈ 1ന് പകരം നമുക്ക് വേണമെങ്കിൽ log e എന്ന് എഴുതാം. ബിക്കോസ് വി നോ log e ടു ദ ബേസ് e എന്ന് പറഞ്ഞാൽ 1 ആണ് നമുക്ക് അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇത്തരത്തിൽ എഴുതിയത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലോഗ്, ബിക്കോസ് വി ക്യാൻ, ഇഫ് യു വാണ്ട് യു ക്യാൻ നോട്ട് ദ റീസൺ within the bracket, because logarithm of e to the base e is equal to 1. So that is why 1 can be replaced by log e. So that's equal to log x divided by, what about log e plus log x? Again we can use the property of logarithm. Log a plus log b is equal to logarithm of a times b, a into b. So we are going to apply that property here. So that becomes log e x the whole square. ഇതായിരുന്നല്ലോ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് dy by dx കിട്ടി. നമുക്കൊന്ന് ജസ്റ്റ് തിരിച്ചൊന്ന് അതിലേക്കൊന്ന് നോക്കാം. നമ്മുടെ ആൻസർ ഇത് തന്നെ അല്ലെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. വി വാണ്ട് ടു പ്രൂവ് ദിസ് ഈക്വൽ dy by dx is equal log x by log ex the whole square ആണ്. നമുക്കൊന്ന് നോക്കാം. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, നമുക്കൊന്ന് നോക്കിയേക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതായിരുന്നു, log x by log ex the whole square. അപ്പോൾ നമുക്ക് കിട്ടിയേക്കണത് ഇത് തന്നെയല്ലേ, log x by log ex the whole square. അപ്പോൾ ഇതിനകത്ത് ചെയ്തത് നമ്മൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് ഇതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. നമ്മൾ y എലിമിനേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ലോഗർ എടുത്തു, പിന്നെ നമ്മൾ അതിനകത്തുനിന്ന് എക്സ് അല്ല നമ്മൾ y എലിമിനേറ്റ് ചെയ്തു, y കംപ്ലീറ്റ്ലി ഇൻ ടേംസ് ഓഫ് എക്സ് ആയി, പിന്നെ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്തു. അത്രയേ ഉള്ളൂ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് അന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 13. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇഫ് എക്സ് ടൈംസ് വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് വൈ, then find dy by dx. Find dy by dx. That is the question. dy by dx. Okay. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. എക്സ് വൈയുടെ പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യാം. ഇ റേസ് ടു എക്സ് മൈനസ് വൈക്ക് നമുക്ക് ഇ റേസ് ടു എക്സ് മൈനസ് വൈ ഇൻറ്റു അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അത് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന മെത്തേഡാണ്. അങ്ങനെ ചെയ്താലും യു വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, നോ പ്രോബ്ലം. അതായത് ഇവിടെ നമ്മൾ നേരിട്ട് ലോഗരിതം എടുക്കാണ്ട് നേരിട്ട് നമുക്ക് ചെയ്യാം. കാരണം എക്സ് ഇൻറ്റു വൈ എന്നുള്ള പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യാം. ഇ റേസ് ടു എക്സ് മൈനസ് വൈ എന്നുള്ളത് ഇ റേസ് ടുവിൻ്റെ ഫോമുല അപ്ലൈ ചെയ്ത് ചെയ്യാം. അങ്ങനെ ചെയ്യാം, അതൊരു മെത്തേഡ്. ഇവിടെ നമ്മൾ ലോഗരിതം എടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാവും. സോ നമ്മൾ ഹിയർ വി ആർ ഗോയിങ് ടു അപ്ലൈ ലോഗരിതം.
So take log on both sides. Take logarithm on both sides. നമ്മൾ രണ്ട് സൈഡിലും ലോഗർ എടുക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? എക്സ് വൈ ഇസ് ഈക്വൽ ടു എടുക്കുമ്പോൾ ലോഗ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഈ ലോഗർ എടുക്കുമ്പോൾ മണ്ടയ്ക്കുള്ള എക്സ് മൈനസ് വൈ താഴോട്ട് വരും. സോ എക്സ് മൈനസ് വൈ ടൈംസ് ലോഗറിതം ഓഫ് ഇ എന്ന് വരും. ഓക്കെ, ഇത് ലോഗ് എക്സ് ഇൻറ്റു വൈ എന്നാ. ലോഗ് എക്സ് ഇൻറ്റു വൈന്ന് എന്ത് പറയും മക്കളെ? ലോഗ് എ ബിക്ക് ഒരു ഫോർമുല ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ എഴുതിയിരുന്നല്ലോ. ഇറ്റ്സ് ലോഗ് എ പ്ലസ് log b. We can apply that formula here. So log xy is equal to എന്ത് വരും? log x plus log y എന്ന് വരും. is equal to ഇവിടെ log e to the base e അല്ലേ? log e to the base e എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ആണ്. അപ്പോൾ നമുക്ക് സിംപ്ലി x minus y ആവും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ആണ്. സോ ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x. With respect to x. അപ്പോൾ എന്ത് സംഭവിക്കും? What is the derivative log x? Log x and derivative 1 by x plus log y 1 by y into dy by dx is equal to derivative of x is 1 minus derivative y is dy by dx. Okay, ഇനിയൊന്നുമില്ല, ഇനി നമ്മൾ ഈ ടേംസ് ഓഫ് dy by dx ഒന്ന് കളക്ട് ചെയ്യണം. Collecting the terms of dy by dx. അപ്പോൾ എന്ത് സംഭവിക്കും? dy by dx ന്റെ ടേം ഇവിടെ ഓൾറെഡി ഓർമ്മയുണ്ട്. സോ 1 by y into dy by dx. അപ്പുറയുള്ള മൈനസ് ഇപ്പുറം വരുമ്പോൾ പ്ലസ് ആവും. പ്ലസ് dy by dx. ഈ ടേമിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ട് പ്ലസ് ആയി. ഇനി ഇവിടെ 1 ഉണ്ട്. ഈ 1 by x ഇപ്പുറം വരുമ്പോൾ മൈനസ് ആവും. ഓക്കെ, സോ dy by dx can be taken out. which are now 1 by y plus 1 is equal to ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ക്രോസ് ചെയ്തേക്കാം. x minus 1 divided by x. So dy by dx, our ultimate aim is to find the value of dy by dx. So dy by dx is equal to x minus 1 by x all divided by 1 by y plus 1. Okay, ഇതിനെ നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്തേക്കാം. സോ dy by dx is equal to x minus 1 by x ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ 1 plus y divided by y. Okay, so it's equal to x minus 1 divided by x times reciprocal multiply. Okay, നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഭംഗിയൊക്കെ ആക്കി എഴുതിയേക്കാം. സോ y times x minus 1, ഇത് ആദ്യം എഴുതി, ഇത് രണ്ടാമത് എഴുതി, ബൈ ഇവിടെ താഴെ x times y plus 1. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കത് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം ഇത് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ മെത്തേഡുകളും ഇതിൻ്റെ ഫോർമുലകളും അറിയുവാണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ വളരെ സിമ്പിളാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടോളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14 is this one. x raised to sin x plus sin x raised to cos x. Find the derivative of this. അല്ലെങ്കിൽ ചിലപ്പോൾ ഡിഫറൻഷിയേറ്റ് x raised to sin x plus sin x raised to cos x. This is also an important question. ഇതും ഒരു സ്പെഷ്യൽ ടൈപ്പ് സാധനമാണ്. നമ്മളിങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ, അതായത് ഒരു ടേം പ്ലസ് ഓർ മൈനസ്, പ്ലസ് വന്നിട്ടുണ്ട് ഇവിടെ, അത് ചിലപ്പോൾ മൈനസ് ആകാം. മൈനസ് വന്നാലും ചെയ്യുന്ന മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരുവാണ് എങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഇതിനെ ആസ് യൂഷ്വൽ ലെറ്റ് us take it as y എന്നങ്ങ് വിളിക്കാം. ഇതിനെ ഇവിടെ വെച്ച് നമുക്ക് നേരിട്ട് ലോഗരിതം എടുക്കാൻ പറ്റില്ല. കാരണം ലോഗരിതം ഓഫ്, നമ്മൾ നേരിട്ട് ലോഗരിതം എടുത്താൽ എന്ത് സംഭവിക്കും? ലോഗ് y is equal to ലോഗരിതം ഓഫ് a പ്ലസ് ബി എന്ന്. നമുക്ക് ലോഗരിതം ഓഫ് എ പ്ലസ് ബിക്ക് ഫോർമുല ഇല്ല. നമുക്ക് ലോഗ് എ പ്ലസ് ലോഗ് ബിക്കാണ് ഫോർമുല. ലോഗരിതം ഓഫ് എ പ്ലസ് ബിക്ക് ഫോർമുല ഇല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഇതിനെ y is equal to say u plus v എന്നങ്ങ് വിളിക്കും. അപ്പോൾ u എന്ന് പറഞ്ഞാൽ എന്താ? u എന്ന് പറഞ്ഞാൽ x raised to sin x നെയാണ് നമ്മൾ u എന്ന് വിളിക്കുന്നത്. അതുപോലെ v എന്ന് പറഞ്ഞാൽ sin x raised to cos x. അപ്പോൾ ഇതൊന്ന് ഓർത്താൽ മതി. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റിനെ യു എന്ന് വിളിച്ചു, സെക്കൻഡിനെ വി എന്ന് വിളിച്ചു.
നമുക്ക് വേണ്ടത് എന്താ ശരിക്കും dy by dx ആണ്. സോ വാട്ട് ഈസ് dy by dx? ആദ്യത്തെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ du by dx പ്ലസ് രണ്ടാമത്തെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ dv by dx. ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്കൊരു ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. അപ്പോൾ dy by dx കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്തൊക്കെയാ? du by dx വേണം, dv by dx വേണം. ഇനി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ u ഉണ്ട്, അതിനകത്ത് du by dx കണ്ടുപിടിക്കാം. സോ വാട്ട് ഈസ് u? u ഈസ് ഈക്വൽ ടു ഇതാണ്, u ഈസ് ഈക്വൽ ടു x റേസ് ടു sin x എന്നാണല്ലോ. ഇവിടെ നമുക്ക് ഡിഫറൻഷിയേറ്റ് എന്ത് ചെയ്യണം? ലോവർ എടുക്കണം, കാരണം sin x ഇങ്ങനെ ഈ പവർ ആയിട്ടിരിക്കുകയാണല്ലോ, അങ്ങനെ താഴെ ഇറക്കണം. സോ log u ഈസ് ഈക്വൽ ടു ലോവർ എടുക്കുമ്പോൾ sin x താഴോട്ട് വരും, sin x ഇൻറ്റു log x എന്ന് വരും. ഇനി ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x. log u derivative is 1 by u into du by dx is equal to sin x. ഇവിടെ പ്രൊഡക്റ്റ് ഉള്ള പ്ലാൻ sin x into log x അല്ലേ. അപ്പോൾ sin x into ഫസ്റ്റ് into derivative of log x is 1 by x പ്ലസ് തിരിച്ച് log x into derivative of sin x is cos x. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി du by dx ആണല്ലോ നമ്മുടെ ഉദ്ദേശം. സോ വാട്ട് ഈസ് du by dx? നമുക്ക് du by dx കണ്ടുപിടിക്കാം. സിമ്പിളാണ് ഈ സാധനം. സോ du by dx is equal to ഈ u ഇങ്ങോട്ട് വരും, u ടൈംസ് അല്ലേ, ഇത് sin x ഉണ്ട്, sin x by x പ്ലസ് log x into cos x. യുവിന് പകരം നമുക്ക് തിരിച്ചു കൊടുക്കാം, കാരണം u നമ്മൾ കൊടുത്തതാണല്ലോ. u എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? u എന്ന് പറഞ്ഞാൽ x raised to sin x ആണ്. സോ x raised to sin x times sin x by x പ്ലസ് വേണമെങ്കിൽ ഇത് ആദ്യം എഴുതാം cos x into log x. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. യെസ്, ദിസ് ഈസ് du by dx. ഓക്കെ ഫ്രണ്ട്സ്, സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. ഇപ്പോൾ നമ്മൾ യുവിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ഇനി എന്താ നമുക്ക് വേണ്ടേ? വിയുടെ ഡെറിവേറ്റീവ് വേണം. അപ്പോൾ അതിന് വി നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. എന്തായിരുന്നു വി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരുന്നത്? ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ വി എന്ന് പറഞ്ഞാൽ sin x raised to x ആണ്, sin x raised to cos x ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ dv by dx ആണ് കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ നമുക്ക് ലോഗർ എടുക്കാം. സോ log v is equal to ഇത് താഴോട്ട് വരും അല്ലേ, cos x into log sin x. Okay, in differentiating both sides with respect to x. Log v derivative is 1 by v into dv by dx is equal to, here you have to apply product rule. Product rule is first into derivative of log sin x, that is 1 by sin x into log into derivative 1 by, so log sin x 1 by sin x into sin x into derivative cos x പ്ലസ് തിരിച്ച് log sin x into derivative cos x is minus sin x. ഓക്കെ, സോ നമുക്ക് വേണ്ടത് dv by dx ആണ്. സോ dv by dx is equal to v ഇങ്ങോട്ട് പോരും, v ടൈംസ് cos x into cos by sin നമുക്ക് cot എന്ന് എഴുതാം, cot x. ഈ മൈനസ് ഒന്ന് അടുക്കോട്ട് കൊടുത്തേ. So sin x into log sin x. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വിക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വി എന്ന് പറഞ്ഞാൽ നമ്മുടെ sin x raised to cos x ആയിരുന്നു. സോ sin x raised to cos x times cos x into cot x minus sin x into log sin x. നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയാണ് cos x into cot x minus sin x into log sin x. ഇക്വേഷൻ നമ്പർ 2. ഓൾറെഡി നമുക്ക് ഇവിടെ 2 അല്ല, നമ്മൾ ഓൾറെഡി 2 നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് 3 എന്ന് വിളിക്കാം, കാരണം 2 എന്ന് പറയാൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്.
നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. 2 നമ്മളിവിടെ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെയുണ്ട്, 2 ഇവിടെ കിടപ്പുണ്ട്, അതുകൊണ്ട് പിന്നെ 3 കൊടുത്തു. അപ്പോൾ നമ്മൾ 1, 2, 3 3 ഇക്വേഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1 എന്ന് പറഞ്ഞാൽ ഇതാണ്, dy/dx du/dx plus dv/dx. അതിൽ du/dx എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇക്വേഷൻ നമ്പർ 2 x raised to sin x into sin x by x plus log x into cos x. ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ ഫ്രം 1 to 3 നമുക്ക് dy/dx is equal to ഇത് എടുത്ത് എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. So dy/dx is equal to du/dx plus dv/dx. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. ഇത്തിരി ലെങ്തി ആണ്, പക്ഷേ നമ്മുടെ മെത്തേഡ് നമുക്ക് അറിയാമെങ്കിൽ ചെയ്തു പോകുന്ന ഒരുപോലെയാണ്. പക്ഷേ ഇവിടെ പ്ലസോ മൈനസോ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരിട്ട് ലോഗരിതം നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ 2 ടേം ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ലോഗരിതം എടുക്കുന്നത്. ആദ്യത്തേനെ യുന്ന് രണ്ടാമത്തേനെ വിന്നും എടുത്തിട്ട് ഓരോന്നിലുമാണ് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ലോഗരിതം എടുത്ത് പോകുന്നത്. ആ കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തോണം. അതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് അങ്ങോട്ട് ആകത്തുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ. വീണ്ടും വീണ്ടും പറയണം ആ കാര്യം. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 15. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ 15ാമത്തെ ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് log x all raised to x minus x raised to log x. ആസ് യൂഷ്വൽ നമുക്ക് ഇതിനെ y എന്ന് വിളിക്കാം. y is equal. അപ്പോൾ നമുക്ക് ഇത് 2 ഫംഗ്ഷൻ ആണല്ലോ. ഒന്ന് log x raised to x minus x raised to log x. അപ്പോൾ ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ മൈനസ് അടുത്ത ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ ഇതുപോലെ ഇതിനെ u എന്ന് വിളിക്കാം, മറ്റേതിനെ v എന്ന് വിളിക്കാം. നടുക്ക് മൈനസ് ആയതുകൊണ്ട് u മൈനസ്. സോ നമ്മുടെ ഉദ്ദേശം dy/dx കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ആദ്യത്തേൻ്റെ ഡെറിവേറ്റീവ് മൈനസ് രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ u എന്ന് പറഞ്ഞാൽ എന്താണ്? u എന്ന് പറഞ്ഞാൽ നമുക്കറിയാം log x all raised to x ആണ് അല്ലേ. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, എന്ത് ചെയ്യണം? നമ്മൾ ലോഗർ എടുക്കണം. സോ log u is equal to ഈ മെണ്ടയ്ക്കുള്ള x താട്ട് വരും. സോ x ടൈംസ് ലോഗ്, ഈ x താട്ട് പോകുന്നു, വീണ്ടും ഒരു ലോഗ് വരും ഓഫ് log x. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? Differentiating both sides with respect to x. Okay. Okay. Differentiating both sides with respect to x. Up and this like a log u. Derivative is 1/u into du/dx is equal to. Okay, equal to. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പ്രൊഡക്റ്റ് റൂൾ x ടൈംസ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് log x. ആദ്യം ഈ ലോഗിന്റെ ഡെറിവേറ്റീവ്. സോ ലോഗിന്റെ ഡെറിവേറ്റീവ് 1/log x. ഈ ലോഗിന്റെ ആയി. ഇനി ഈ ലോഗിന്റെ ഡെറിവേറ്റീവ് ചെയിൻ റൂൾ ആണ്. സോ ഇൻറ്റു 1/x. ഓക്കെ, പ്ലസ് പ്രൊഡക്റ്റ് റൂളിന്റെ പ്ലസ്. ഇനി തിരിച്ച് log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x. That is 1. ഈ x കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തുണ്ട് മിച്ചം? 1/log x പ്ലസ് log x. ഓക്കെ, ദിസ് ഈസ് 1/u into du/dx. നമുക്ക് വേണ്ടത് du/dx ആണ്. സോ വാട്ട് ഈസ് du/dx? du/dx is equal to u times, ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരും, into 1/log x plus log x. ഓക്കെ, അത് നമുക്ക് ആ യുവിന് പകരം ഒന്ന് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. സോ du/dx ഓൾറെഡി ഇവിടെ ഉണ്ട്. സോ du/dx is equal to നമ്മുടെ u എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? log x raised to x ആയിരുന്നു. സോ log x raised to x ഇൻറ്റു യുവിന് പകരം കൊടുത്തു, ബാക്കി മാറ്റമില്ല. log x all raised to x ഇൻറ്റു 1/log x പ്ലസ് log x. ഓക്കെ, ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 2. സോ 1, 2. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വേണം. ഇതുപോലെ തന്നെ dv/dx കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ dv/dx നമുക്ക് വിയിലേക്ക് ഒന്ന് പോകാം.
വി നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. വി നമ്മൾ ഓൾറെഡി യെസ് ഇതാണല്ലോ, ഇത് യു ആണ്. അപ്പോൾ നമുക്ക് ഇനി വിയിലേക്ക് പോകാം. വി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതാണ് എക്സ് റേസ് ടു ലോഗ് എക്സ്. ഓക്കെ, നമ്മൾ വി ഈസ് ഈക്വൽ ടു ഈ ടേം ആണ് എക്സ് റേസ് ടു ലോഗ് എക്സ്. എക്സ് റേസ് ടു ലോഗ് എക്സ് ഇവിടെ നമുക്ക് ലോഗർ എടുക്കണം. സോ ലോഗ് വി ഈസ് ഈക്വൽ ടു ലോഗർ എടുക്കുമ്പോൾ ലോഗ് എക്സ് താഴോട്ട് വരും. ലോഗ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് തന്നെ വരും അല്ലേ. ഇത് ലോഗ് എക്സ് ഇതുപോലെ താഴോട്ട് പോകുന്നു, പിന്നെ ഒരു ലോഗ് വരും, പിന്നെ എക്സ് കൂടെ വരും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ലോഗ് എക്സ്, ഇത് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ചെയ്തിരുന്നതും ലോഗ് എക്സിനെ സ്ക്വയർ ചെയ്താൽ. സോ ലോഗ് വി ഈസ് ഈക്വൽ. ഇനി ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ എന്ത് സംഭവിക്കും? ലോഗ് വിയുടെ ഡെറിവേറ്റീവ് എന്താ? 1/v into dv by dx is equal to, ഇവിടെ നമുക്ക് സംതിങ് സ്ക്വയർ ആണ്, അതിന്റെ ഡെറിവേറ്റീവ് വരും 2 times log x into right x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് into ഡെറിവേറ്റീവ് log x, that is 1/x. So dv by dx is equal to v times 2 log x divided by x. അപ്പോൾ ഇനി നമുക്ക് ആ വിക്ക് പകരം തിരിച്ചു കൊടുത്താൽ മതി. വാട്ട് ഈസ് വി? വി ഈസ് ഈക്വൽ ടു സോ ഡി ബി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വി എന്തായിരുന്നു? വി എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് റേസ് ടു ലോഗ് എക്സ് ആയിരുന്നു. സോ എക്സ് റേസ് ടു ലോഗ് എക്സ് ഇൻറ്റു 2 log x by x9. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കാം. So from 1 to 3 we can find that dy by dx is equal to, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ 1 പറഞ്ഞിട്ടുണ്ട്. dy by dx is equal to du by dx minus dv by dx ഉണ്ട്. ഇവിടെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 നിന്ന് du by dx കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ 3 ഇക്വേഷൻ നമ്പർ, ഇവിടെ നമ്മൾ 2 ഉണ്ട്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2 ഉണ്ട്. ഇവിടെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 ഉണ്ട്. സോ ഫ്രം 1 to 3 we can say dy by dx is equal to du by dx minus dv by dx. ഇവിടെ ശ്രദ്ധിക്കണ്ടേ, ഇവിടെ പ്ലസ് വരുവാണെങ്കിൽ നമ്മൾ പ്ലസ് ഇട്ടങ്ങ് പോവുക. dy by dx du by dx plus dv by dx. ഇത് മൈനസ് വരുവാണെങ്കിൽ നടുക്ക് മൈനസ് ഇട്ടങ്ങ് പോയാൽ മതി. പക്ഷെ ഇവിടെ ഒന്നിലധികം ടൈംസ് വരുവാണെങ്കിൽ നമ്മൾ നേരിട്ട് ലോഗരിതം എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് യു എന്നതിന് വി എന്ന് എടുത്തിട്ടേ ഉള്ളൂ ചെയ്യാവുള്ളൂ. ആ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എക്സ് റേസ് ടു എം ഇൻറ്റു വൈ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഓൾ റേസ് ടു എം പ്ലസ് എൻ, then prove that dy by dx is equal to y over x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സ് റേസ് ടു എം ഇൻറ്റു വൈ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഓൾ റേസ് ടു എം പ്ലസ് എൻ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഇതിനെ നമ്മൾ എടുക്കുന്നത് ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ലോഗരിതം ഓഫ് എക്സ് റേസ് ടു എം into y raised to n is equal to, ഇവിടെ ലോഗർ എടുക്കുമ്പോൾ ഈ m plus n താഴോട്ട് വരും. m plus n times ലോഗരിതം ഓഫ് x plus y. ഓക്കെ, ഇവിടെ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. ഇതൊരു ടേമാണ്, ഇത് അടുത്തൊരു ടേമാണ്. ജസ്റ്റ് ലൈക്ക് ലോഗരിതം ഓഫ് a into b. നമുക്കറിയാം ലോഗരിതം ഓഫ് a into b is equal to log a plus log b ആണ് അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താവും? ലോഗരിതം ഓഫ് എക്സ് റേസ് ടു എം പ്ലസ് ലോഗരിതം ഓഫ് വൈ റേസ് ടു എൻ എന്നാവും. log a into b is log a plus log b is equal to m plus n into logarithm of x plus y. ഓക്കെ, മനസ്സിലായല്ലോ? നമ്മൾ ലോഗരിതം ഓഫ് ഈ പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയും കൂടെ അപ്ലൈ ചെയ്യാം. ലോഗരിതം ഓഫ് a റേസ് ടു b എന്ന് പറഞ്ഞാൽ എന്താണ്? b
ബി ലോഗ് എ എന്നാണ്. ആ പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇവിടെ. സോ ഇറ്റ് ഈസ് എം ടൈംസ് ലോഗ് എക്സ്, ഈ എം താട്ട് പോകുന്നു ലോഗ് എക്സ് പ്ലസ് ഇവിടെ എം ലോഗ് വൈ എന്ന് വരും. ഈക്വൽ ടു എം പ്ലസ് എൻ ടൈംസ് ലോഗരിതം ഓഫ് എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇപ്പൊ എല്ലാം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാകത്തിനായി. നമ്മുടെ ഉദ്ദേശം dy by dx ആണല്ലോ. ഇനി ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കുക. എം ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എം ഇൻറ്റു ഡെറിവേറ്റീവ് ലോഗ് എക്സ് ഈസ് 1/x പ്ലസ് എൻ ഇൻറ്റു ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു dy by dx ഈക്വൽ ടു എം പ്ലസ് എൻ ടൈംസ് ലോഗിന്റെ ഡെറിവേറ്റീവ് 1/. സോ 1/x പ്ലസ് വൈ. തീർന്നില്ല, ഇനി എക്സ് പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1, വൈയുടെ ഡെറിവേറ്റീവ് dy by dx. ഓക്കെ, ഒന്നും കൂടെ പറയാം. എം ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x, എൻ ഇൻറ്റു ലോഗ് വൈയുടേത് 1/y ഇൻറ്റു dy by dx. എം പ്ലസ് എൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് മാറ്റി നിർത്തി. ലോഗിന്റെ ഡെറിവേറ്റീവ് 1/, ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1, വൈയുടെ ഡെറിവേറ്റീവ് dy by dx. ഇവിടെ നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം. എം പ്ലസ് എൻ ബൈ എക്സ് പ്ലസ് വൈ, അതൊന്ന് ഒരുമിച്ച് പുറത്ത് കിടന്നോട്ടെ. ഇൻറ്റു 1 പ്ലസ് dy by dx എന്നാണ് നമ്മുടെ ഉദ്ദേശം. dy by dx കണ്ടുപിടിക്കാന്നാണല്ലോ. അതുകൊണ്ട് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് dy by dx എന്ന് മാറ്റി നിർത്തേക്കാം. സോ എം പ്ലസ് എൻ ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു 1, ദാറ്റ് ഈസ് 1 ഇൻറ്റു ദാറ്റ് സെയിം തിങ്, നോ ചേഞ്ച് അറ്റ് ഓൾ. ഇനി ഇവിടെ ഒരു എം പ്ലസ് എൻ ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു dy by dx വരും. ഓക്കെ, ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു എം ബൈ എക്സ് ഉണ്ട് പ്ലസ് എൻ ബൈ വൈ ഇൻറ്റു dy by dx. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് dy by dx എലിമിനേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു dy by dxന്റെ ടേം ഈ സൈഡിൽ ഒരെണ്ണം കിടപ്പുണ്ട്, അപ്പുറത്ത് ഒരെണ്ണമുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. നമുക്ക് ഇത് ഇങ്ങോട്ട് കൊണ്ട് ഇവിടെ തന്നെ നിർത്താം. dy by dx പുറത്തെടുത്തിട്ട് അതവിടെ കിടന്നോട്ടെ. എൻ ബൈ വൈ ഓൾറെഡി ഇവിടെ ഉണ്ട്. അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് എം പ്ലസ് എൻ ബൈ എക്സ് പ്ലസ് വൈ ആവും. ഇത് പറയുമ്പോൾ മൈനസ് ആവും. ഇവിടെ എം പ്ലസ് എൻ ബൈ എക്സ് പ്ലസ് വൈ മൈനസ് എം ബൈ എക്സ് എന്നാവും. അതായത് നമ്മൾ ഈ ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു, അപ്പോൾ മൈനസ് ആവും. ഈ ഫുൾ ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ഇവിടെയും മൈനസ് ആവും. ഇനി നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ dy by dx ഇൻറ്റു ഇതിനെ ക്രോസ് ചെയ്തേക്കാം. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ വരും എൻ ടൈംസ് എക്സ് പ്ലസ് വൈ മൈനസ് വൈ ടൈംസ് എം പ്ലസ് എൻ. ഇത് ഇങ്ങോട്ട് പോകുന്നു, ഇത് ഇങ്ങോട്ടും പോകുന്നു. അപ്പോൾ എൻ ഇൻറ്റു എക്സ് പ്ലസ് വൈ മൈനസ് വൈ ഇൻറ്റു എം പ്ലസ് എൻ ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ is equal to ഇവിടെയും ക്രോസ് ചെയ്യുമ്പോൾ എം പ്ലസ് എൻ ഇൻറ്റു എക്സ് മൈനസ് എം ഇൻറ്റു എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഈ എക്സ് പ്ലസ് വൈ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കാം. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതിയാവും. ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? dy by dx ഈസ് ഓൾറെഡി ഹിയർ. സോ dy by dx ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ nx പ്ലസ് ny മൈനസ് my മൈനസ് ny ഡിവൈഡഡ് ബൈ y ഇസ് ഈക്വൽ ടു here it is mx plus nx minus mx minus my divided by x, right? M into x mx, n into x nx minus mx minus my. Okay, ഇവിടെ mx ഉം mx ഉം ക്യാൻസൽ ആയി പോകും. ഇവിടെ ഒരു ny ഉം ny ഉം ക്യാൻസൽ ആയി പോകും. അപ്പം ബാക്കി എന്നാ ഉണ്ട്? സോ dy by dx into nx minus my by y is equal to ഇവിടെ nx minus my by x ഉണ്ട്. ഇത് വീണ്ടും ക്യാൻസൽ ആയി പോകണം.
So what is dy by dx? So dy by dx is equal to dy by dx is equal to എന്ത് വരും? y ഇങ്ങോട്ട് വരും, y divided by x. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ഒന്നുമില്ല, സിമ്പിളായിട്ട് അങ്ങ് ചെയ്ത് പോന്നാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ കോൺസെൻട്രേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതോടൊപ്പം തന്നെ നമ്മൾ റൂളുകളും നന്നായിട്ട് മനസ്സിലാക്കുന്ന, ഫോർമുലകളും നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ലോഗരിതമിക് ഡിഫറൻസിയേഷനകത്ത് നമുക്ക് പഠിക്കാനുള്ള ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന് ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച്, രണ്ട് പ്രോപ്പർട്ടിയാണ് മെയിനായിട്ടുള്ള ഉപയോഗിക്കുന്നത്. ലോഗരിതം ഓഫ് a raised to b is equal to b log a എന്നുള്ള ആ പ്രോപ്പർട്ടി, അതാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ ഡിഫറൻസിയേഷന്റെ റൂൾസുകളാണ്. ആ റൂളുകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഒന്ന് നമ്മൾ വരുന്നത് ഒരു ഫംഗ്ഷന്റെ മണ്ടയ്ക്ക് ഒരു എക്സ് റേസ് ടു സൈൻ എക്സ് റേസ് ടു എക്സ് അങ്ങനെ വരുന്ന ടൈപ്പിലുള്ള ഒരു സാധനം. രണ്ടാമത് നമ്മൾ പറഞ്ഞ രണ്ട് സൈഡിൽ ലോവർ എടുക്കേണ്ട കേസ്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് രണ്ട് പവറായിട്ട് വരും, പ്ലസോ മൈനസോ വരുന്ന കേസുകൾ. അപ്പോൾ ഇത് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോകളും ഇതും കൂടെ പഠിച്ചാൽ നമുക്ക് ഈ ലോഗരിതം ഡിഫറൻസിയേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വേണ്ട ശ്രദ്ധിക്കുക, വീഡിയോസ് മിസ്സാകാതെ ആ ഓർഡറിൽ കാണുക. മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ പോലും മിസ്സാകാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ആ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുക, കണ്ടിന്യൂസ് ആയിട്ട് കണ്ടാലേ ഉള്ളൂ. ഇതിനകത്ത് ഇടയ്ക്കൊരെണ്ണം മിസ്സായാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് മനസ്സിലാകാതെ വരും. അപ്പോൾ അത്തരത്തിൽ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ലോഗരിതം ഡിഫറൻസിയേഷൻ നമുക്ക് തൽക്കാലം ഇടം കൊണ്ട് നിർത്താം. ഇനിയും നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. വീണ്ടും ഞാൻ ഇടയ്ക്ക് നിങ്ങൾക്ക് അതിനായത് കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തുകൊണ്ട് വേറെ ഇടാം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും ഡിഫറൻസിയേഷൻ്റെ വേറൊരു ഏരിയയുമായി നമുക്ക് കാണാം. Till then, goodbye and stay safe. Okay.